ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് കാനഡയിൽ ജോലി കിട്ടിയെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ചന്ദ്ര പറയുന്നത് ഇങ്ങനെയാണ്: മോനെ, നിനക്ക് കാനഡയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ അമ്മയ്ക്ക് ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. നീ അവിടെ ചെന്നാലും പുറത്തു നിന്നും ഭക്ഷണം മേടിച്ച് കഴിക്കണം, നീ തനിയെ ഉണ്ടായി കഴിക്കണം. മാത്രമല്ല കാനഡയിൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നീ അധികം ഒന്നും പുറത്തേക്കൊന്നും ഇറങ്ങുമൊന്നും വേണ്ട. നിന്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നീ നിന്റെ വീട്ടിലേക്ക് ആൾക്കാരെ വിളിച്ച് വരുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രേവതിയും രവിയും സച്ചിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര വീണ്ടും പറയുകയാണ്: നന്നായി തന്നെ നീ ശ്രദ്ധിക്കണം, നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാനായിട്ട് അവിടെ അമ്മയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇന്നും തലയിൽ എണ്ണയൊക്കെ തേച്ച് വേണട്ടെ കുളിക്കാൻ, അതിനുള്ള എല്ലാം അമ്മ തന്നു വിടാമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാനഡയിൽ ഭയങ്കര തണുപ്പാണെന്നല്ലേ പറഞ്ഞു, എണ്ണ തേച്ച് കുളിച്ചിട്ട് വേണം അവൻ പനിച്ചവിടെ വരച്ച് കിടക്കാനായിട്ട് എന്നൊക്കെയാണ് സച്ചി കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്: ഒന്ന് പോയാലോ എന്ന്, എൻ്റെ മോൻ്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് തന്നെ നോക്കണം. അവൻ എവിടെയായാലും അവൻ നല്ല രീതിക്ക് തന്നെ ജീവിക്കണം. പിന്നെ അമ്മയ്ക്ക് മോനെ വിട്ടുപിരിയാനും സാധിക്കില്ല. മോനെ എങ്ങനെ അമ്മ ഇത്ര വർഷം മോനെ കാണാതെ താമസിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ എണ്ണി പറക്കുന്ന നേരത്ത് മോൻ കുറച്ച് പണവും എടുത്ത് മുങ്ങിയ സമയത്ത് കുറച്ച് നാളുകൾ നിങ്ങൾ മോനെ കാണാൻ നിന്നില്ലായിരുന്നോ, അതുപോലെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും അന്ന് ഞാൻ എങ്ങനെ നിന്നെന്ന് എനിക്ക് മാത്രം അറിയാവുള്ളൂ. കാരണം അവനില്ലാതെ എങ്ങനെ ഞാൻ നീർ ജീവിക്കുകയായിരുന്നു. നിനക്കത് അറിയാൻ മേലഞ്ഞിട്ട സച്ചി, എൻ്റെ മോനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിൻ ശ്രുതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്: ആൻറ്റി സങ്കടപ്പെടുകയൊന്നും വേണ്ട, ശ്രുതി ജോലിക്കല്ലേ പോകുന്നത്, പോയിട്ട് നല്ല രീതിയിൽ സമ്പാദിച്ചതിന് ശേഷം ശ്രുതി തിരികെ വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. വേഗം തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്: എന്നാ മോനെ, എന്നാ നിനക്ക് ജോലിക്ക് പ്രവേശിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ജോലി കിട്ടിയാൽ ഉടനെ തന്നെ കയറണമെന്ന് ശ്രുതി പറയാറുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്: നിനക്കപ്പോൾ ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, 14 ലക്ഷം രൂപ കൊടുത്താൽ അവർ ജോലി തരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർ വിസയും അടിച്ചു തരുമെന്ന് പറഞ്ഞു എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും സച്ചി രവിയും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. രേവതിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ ഇനി ചന്ദ്ര എന്തെങ്കിലും പറയുമോ എന്ന് കരുതിക്കൊണ്ട് ചിരി ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചന്ദ്രയ്ക്കും ശ്രുതിയാകട്ടെ ഭയങ്കര തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശ്രുതിക്ക് ജോലി കിട്ടാതെയാണ് ഇത്രയും വലിയ നാടകങ്ങളെല്ലാം തന്നെ അവിടെ അരങ്ങേറിയെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ ചമ്മി നാറുന്നുണ്ട്, കൂട്ടത്തിൽ തന്നെ ശ്രുതിയും. അപ്പൊ ഈ ശ്രുതിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ രവിക്ക് ചിരി അടക്കാനാകുന്നില്ല. രവി: ഞാൻ പോവാ, ഞാനിനി ഇവിടെ നിന്ന് തന്നെ ശരിയാവുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ്. സച്ചിൻ തൊട്ട് പിന്നാലെ തന്നെ പോകൂട്ടോ. പോകുന്നതിന് മുന്നേ തന്നെ സച്ചി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്: പൗഡർ ഏട്ടത്തി കേട്ടല്ലോ, 14 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്. അമ്മയുടെയും മോൻ്റെ കണ്ണിപ്പോൾ പൗഡർ ഏട്ടത്തിയുടെ കയ്യിലാണ്. 14 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടെ പോവാണ് കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞ പോലെ തന്നെ ശ്രുതി ഇരുവരെയും നോക്കുന്ന സമയത്ത് ശ്രുതിയുടെയും ചന്ദ്രയുടെ കണ്ണുകൾ ശ്രുതിയുടെ നേർക്ക് തന്നെയാണ് കേട്ടോ. പിന്നീട് റൂമിൽ ചെന്നതിന് ശേഷം രവിക്ക് ചിരി അടക്കാനാവുന്നില്ല. രവി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്: അച്ഛൻ എന്താ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലടാ, അവിടെ നടന്ന നാടകങ്ങളൊക്കെ നീ കണ്ടില്ലേ, തലയിൽ എണ്ണ തേച്ച് കുളിക്കണം, പുറത്തേക്കൊന്നും അധികം പോകരുത്, എന്തൊക്കെയാണ് നിന്റെ അമ്മ ശ്രുതിയോടായിട്ട് പറഞ്ഞത്, എനിക്ക് അതൊക്കെ ഓർത്തിട്ട് ചിരി അടക്കാനാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്: അച്ഛൻ ഇത്രയും ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അച്ഛൻ എത്ര നാളെ ഇങ്ങനെ ചിരിച്ച് കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്: എന്തായാലും ഈ കാനഡ വിഷയം കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് ചിരിക്കാനൊരു വകയും ഉണ്ടാവും എന്നൊക്കെ സച്ചി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഹിമ ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മുടെ വർഷ ഫോം വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, പാസ് അവർ തന്നുവിട്ട പാസിനകത്ത് ശ്രീകാന്തിന് വരാൻ ഒരുക്കമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മഹിമ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുന്നിൽ വെച്ചാണ്, റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്ന എല്ലാവരും മുന്നിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ശ്രീകാന്തിനോടായിട്ട് മഹിമ പെരുമാറുന്നത്. ആദ്യമൊക്കെ ശ്രീകാന്ത് മയത്തിലാണ് സംസാരിക്കുക. എന്നിരുന്നാലും മഹിമ തൻ്റെ സംസാരം നിർത്തുന്നില്ല. മഹിമ പറയുന്നുണ്ട്: എൻ്റെ മോളെ നീ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ നിന്നെ മരുമകനായിട്ട് അംഗീകരിച്ചു, പക്ഷെ നീ ആ ഒരു സ്നേഹം ഞങ്ങളോട് തിരിച്ചു കാണിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുതെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു ഷെഫ് വന്നിട്ട് പറയാണ്: ശ്രീകാന്ത് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാണ്, വേഗം ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് താനെന്ത് പോടോ, ഞാനിവിടെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മഹിമ ഈ വന്നിരിക്കുന്ന ശ്രീകാന്തിൻ്റെ സഹപ്രവർത്തനോടായിട്ട് പറയാം കേട്ടോ. വേഗത്തിൽ ശ്രീകാന്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട്: നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം മഹിമ വീണ്ടും ശ്രീകാന്തിനോട് പറയുന്നുണ്ട്: നീ ഒന്ന് സമ്മതം മൂളിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ് കെട്ടിത്തരാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്, അത് നീ മിണ്ടാത്തത്, നിനക്കെന്താ ഞങ്ങളുടെ കാലും കീഴിൽ കിടക്കണമെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് നീ അതൊന്നും മിണ്ടാത്തതെന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുമ്പോഴത്തേക്കും
ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക ആൻറ്റി എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മറ്റൊരാൾ വന്നിട്ട് പറയുന്നത്, ശ്രീകാന്ത് നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സാധനം കരിഞ്ഞു പോയെന്ന് തോന്നുന്നു, വേഗം വരാൻ പറയുമ്പോഴത്തേക്കും ഇതേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോകാതിരുന്നാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മഹിമ പിടിച്ചെടുത്തിട്ട് പറയുന്നത്, നീ എങ്ങോട്ടും പോകണ്ട, നീ അടുപ്പത്തിരിക്കുന്ന സാധനം കരിഞ്ഞു പോയാലും വേണ്ടില്ല, എൻ്റെ മകളുടെ ജീവിതം കരിയാതിരിക്കാനാണ് ഞാൻ നോക്കേണ്ടത്, നീ എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ തന്നെ ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹിമ. അപ്പോൾ ഈ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് ഓണർ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശ്രീകാന്ത് അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ്. അതിനുശേഷവും മഹിമ സംസാരം നിർത്തുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ശ്രീകാന്ത് വളരെ ഉച്ചത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിർത്തിക്കൊള്ളണം, നിങ്ങളോട് ഞാൻ പറഞ്ഞത് എൻ്റെ ജോലി സ്ഥലമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കണം, ഇറങ്ങി പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് മഹിമേനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കേട്ടോ. മഹിമ പോയി തൊട്ടുപിറകെ തന്നെ റെസ്റ്റോറൻറ്റ് പറഞ്ഞ് ശ്രീകാന്തിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞാനിവിടെ കുറച്ചധികം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നീ ഒരു നല്ല പാചകക്കാരനായതുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂ പോലും എടുക്കാതെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റിയത്, പക്ഷേ ഇത് ലാസ്റ്റ് വാർണിംഗ് ആയിരിക്കും, ഇനി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വഴക്ക് പറയുകയാണ്. പിന്നീട് കാണിക്കാൻ നമ്മുടെ ചന്ദ്ര നേരെ ചെല്ലുന്ന ശ്രുതിയുടെ അടുത്തേക്കാണ്. ചന്ദ്രയുടെ വരവ് കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് 14 ലക്ഷത്തിൻ്റെ കണക്ക് പറയാനാണ് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിൽ നിൽക്കാട്ടെ ശ്രുതി. വന്ന ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ശ്രുതിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെനിക്ക് അറിയാതെ, പക്ഷേ ശ്രുതിക്ക് ഇവിടെ ജോലി നോക്കുന്നതല്ല നല്ലത്, നമ്മളെ വിട്ട് പിരിയുകയും വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത്, ശരിയാ മോള് പറയുന്നത് നേരാണ്, എനിക്കും അതെ അവൻ പോകുന്ന കാര്യത്തിൽ സങ്കടമുണ്ട്, അതുകൊണ്ട് തന്നെ മോളൊരു കാര്യം ചെയ്യേ, മോളുടെ അച്ഛനെ വിളിച്ചിട്ട് 14 ലക്ഷം രൂപ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 5 ലക്ഷം കൂട്ടി ചോദിക്കാൻ പറയട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് 14 ലക്ഷം രൂപ തന്നെ താൻ എങ്ങനെ ഒപ്പിക്കുമെന്ന് വിചാരിച്ചിരിക്കും, ഇനി അതിൻ്റെ കൂടെ 5 ലക്ഷവും കൂടെ ഒപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതി വേഗം ചോദിക്കുകയാണ്, എന്തിനാ ആൻറ്റി 20 ലക്ഷം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല മോനെ അവനെ കാനഡയിലേക്കൊന്നും വിടുവൊന്നും വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യും, 20 ലക്ഷം രൂപ കൊടുത്ത് അവന് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാം, അവന് ഒരുപാട് കഴിവുകളുണ്ട്, പിന്നെ ആരും സപ്പോർട്ട് ചെയ്ത് പിന്നിൽ കൂടെ തള്ളാത്തതുകൊണ്ടാണ് അവൻ മുന്നേറി പോകാത്തത്. ഇപ്പം മോളുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ കുറച്ച് പൈസ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ലൈഫിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, മോള് ഫോൺ വിളിച്ച് അച്ഛനെ തട്ടെ, ഞാൻ സംസാരിക്കാം അച്ഛനോടായിട്ടെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും, വേണ്ട ആൻറ്റി അച്ഛനോട് ഞാൻ തന്നെ സംസാരിച്ചോളാം, എന്തായാലും 20 ലക്ഷത്തിൻ്റെ കാര്യമില്ല, ഞാൻ തന്നെ സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിന് നേരെ വരുന്നത് വർഷയുടെ അടുത്തേക്കാണ്. നീ എന്തിനു വേണ്ടിയിട്ടാണ് അമ്മയെ വിളിച്ചിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞത്, നീ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്താ ശ്രീകാന്ത് എന്താ പ്രശ്നം എന്ന് പറയാം, നീ പറഞ്ഞപ്പോഴാണ് അമ്മ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു എന്ന് തന്നെ ഞാൻ അറിയുന്നതെന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും, നീ ഒന്നും മറച്ചു വെക്കേണ്ട വർഷ, നീ എന്തുണ്ടെങ്കിലും ഇവിടെയുള്ളത് എല്ലാ കാര്യങ്ങളും നീ നിൻ്റെ അമ്മയോട് വിളിച്ചു പറയും, അവരവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി, നിനക്കറിയാമോ നിൻ്റെ അമ്മ അവിടെ വന്ന് കൂട്ടിക്കാട്ടിയ കോലാഹലങ്ങൾക്ക് ശേഷം എൻ്റെ ജോലി നഷ്ടപ്പെടുന്നുള്ള അവസ്ഥയിലാണെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, അതിനെന്താ ശ്രീകാന്ത് ഞാൻ ചെയ്യുന്നത്, അമ്മ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത് നീ അമ്മയോടല്ല പോയി ചോദിക്കേണ്ടത്, എന്നോടാണ് ചോദിക്കേണ്ടതെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. നീ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, നീ എന്തിനാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞത്, നിന്റെ സ്വഭാവമാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എൻ്റെ സ്വഭാവം നിന്റെ സ്വഭാവത്തിലാണ് പ്രശ്നം ശ്രീകാന്ത്, നിനക്ക് ഭയങ്കര ഈഗോയാണെന്നൊക്കെ വർഷ പറയുകയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, നിന്നേക്കാൾ നല്ല ജോലിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെതായ ഒരു ഈഗോയും മാത്രമല്ല ഞാൻ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നുള്ളൊരു ഈഗോയൊക്കെ നിനക്കുണ്ട്, അതുകൊണ്ടാണല്ലോ നീ എൻ്റെ അച്ഛനും അമ്മയും തന്നെ വിട്ട് പാസിൽ പോകാൻ തയ്യാറാകാൻ നിന്നതെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുമ്പോഴത്തേക്കും, ഈഗോയോ എനിക്കോ, നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒരേ ജോലി തന്നെയാണ്, നീ നിന്റെ സൗണ്ട് കൊടുത്ത് ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ കഴിവ് കൊടുത്ത് ജോലി ചെയ്യുന്നു, രണ്ടും ഒരേ തട്ടിൽ തന്നെയാണ്, അല്ലാതെ നിന്റെ ജോലി വലുത് എൻ്റെ ജോലി വലുതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, ഇനി മേലിൽ നിന്റെ അമ്മ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, ശ്രീകാന്തിന് മറ്റൊരു മുഖം കൂടി നീ നിന്റെ അമ്മയെ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല താക്കീത് നൽകിയിട്ട് ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.